ഗുഡ് ഈവനിങ് നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള നമുക്ക് ഇതാണ്, നോക്കിയോ. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ. Root of 1 minus sin square a divided by 1 minus cos square is equal to cot a എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ട്രൈ ചെയ്തോ, സ്റ്റാർട്ട് ചെയ്തോ, പറഞ്ഞുതരാം. രണ്ട് മിനിറ്റ് സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം, ബാക്കി പറഞ്ഞുതരാം. ദേവനാരായൺ, കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിലെ ഈ ചെയ്തതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ ദേവനാരായൺ? യെസ് സർ. അത് കണ്ടായിരുന്നോ? ഞാൻ ഗ്രൂപ്പിൽ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല സർ, ഞാൻ നോക്കാം. അത് നോക്കണേ, കാരണം അന്ന് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ അങ്ങനെ വീഡിയോ ആക്കി ഇട്ടത്. ഓക്കെ സർ. കിട്ടിയോ? കോട്ട് കിട്ടിയോ? ഗുഡ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുണ്ട്, കോസ് സ്ക്വയർ തീറ്റയാണ് അല്ലെ, കോസ് സ്ക്വയർ എ ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റേനെ നമുക്ക് എന്തെന്ന് എഴുതാം? സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. റൂട്ടിനകത്ത് LHS ഈസ് ഈക്വൽ ടു ആണ്, LHS ഈസ് ഈക്വൽ ടു ആണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും കോട്ട് അല്ലേ. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ എന്ന് എഴുതാം. റൂട്ടും സ്ക്വയറും വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ അതെന്താ സംഭവിക്കുന്നത്? ആ റൂട്ടും സ്ക്വയറും എന്ത് ചെയ്യും? കട്ടായിപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? കോട്ടെന്ന് വരും. വന്നു കോട്ട് എന്ന് വരും. ഏതാ? ഞാൻ വൈറ്റ് അയച്ചാൽ മതിയോ? വൈറ്റ് അയച്ച് തരാം, പറയാൻ. ഓക്കെ, ഞാൻ വൈറ്റ് അയച്ചു തരാം. ഇത് ഞാൻ അയച്ചു തന്നില്ലായിരുന്നു? അയച്ചു തന്നായിരുന്നു തോന്നുന്നു. ശരി ശരി, കുഴപ്പമില്ല. ഓക്കെ. എങ്ങനെ ഉണ്ടെന്നൊന്ന് ചോദിക്കും. ഇന്ന് ഇച്ചിരി സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, അല്ല ഇടയ്ക്കൊന്ന് വന്നുകൊണ്ടാണ് മനസ്സിലാകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത്. അത് കുഴപ്പമില്ല. നമുക്ക് ഏതാ? എല്ലാം സെയിമാണ്, എല്ലാം മൊത്തം സെയിമാണ്. ടോപ്പിക്സും എല്ലാം സെയിമാണ്, വ്യത്യാസമുണ്ട്. 5 മണിക്ക് തുടങ്ങും, 6 മണിയാകുമ്പോൾ തീരും. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് 6. ഇനിയിപ്പോൾ 6 എവിടാ? ഇല്ല, അവിടെ ICSE അവിടുത്തെ പിള്ളേരില്ല. ഇവിടെ പിന്നെ മർത്തോമ റെസിഡൻഷ്യലേ ഉണ്ട്. പിന്നെ ഇവിടെ ICSE മുളമൂട്ടിലേ ഉണ്ട്. പിന്നെ ഇടുക്കിയിലുള്ള സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂൾ ഇതൊക്കെ ഉണ്ട് ICSE. അവരൊക്കെ ഓൺലൈനാണ്. ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവും.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് മനസ്സിലായോ? സന മനസ്സിലായോ? സന, ദേവനാരായൺ, നിരഞ്ജൻ? യെസ് സർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1 പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് കോസ് എ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. കിട്ടിയോ? കിട്ടിയോ? ദേവനാരായൺ കിട്ടിയോ? യെസ് സർ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ. സന കിട്ടിയോ? സന കിട്ടിയോ? നോ സർ. ഇല്ല. നിരഞ്ജൻ കിട്ടിയോ? ആ നോക്കിയോ. 1 പ്ലസ് നമ്മൾ LHS എടുക്കുകയാണ്. LHS ഈസ് ഈക്വൽ ടു എന്താണ്?
1 പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ. ഞാൻ 1 പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയറിനെ ഞാൻ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതുക. ഓക്കെ, ഈ 1 മൈനസ് കോസ് സ്ക്വയറിനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു 1 പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ ഈ താഴത്തേനെ 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ഇതിപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലായി. അപ്പോൾ അതിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് എ ആണെങ്കിൽ കോസ് എ ആണ് കേട്ടോ, 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ. ഓക്കെ, ഈ 1 പ്ലസ് കോസ് എ 1 പ്ലസ് കോസ് എ വെട്ടി. അപ്പോൾ എന്ത് കിട്ടി? എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് കോസ് എ എന്ന് കിട്ടി. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്താ? ആർ എച്ച് എസ്. ഒന്നുകൂടെ പറയാവോ? എവിടെ മൂല പറയണ്ടേ? 1 പ്ലസ് കോസ് എ ബൈ 1 മൈനസ് കോസ് സ്ക്വയർ എ അവിടെ തൊട്ട്. അതായത് നമ്മൾ ഈ സൈൻ സ്ക്വയറിനെ 1 മൈനസ് കോസ് സ്ക്വയർ ആക്കി. ഓക്കെ ആണോ? അവിടം വരെ ഓക്കെയാണ് സർ. ഓക്കെ, അപ്പോൾ ഈ 1 മൈനസ് കോസ് സ്ക്വയറിനെ നമുക്ക് 1നെ 1 സ്ക്വയർ ആക്കത്തില്ലയോ? 1നെ 1 സ്ക്വയർ ഒന്നും കൺസിഡർ ചെയ്യാമല്ലോ. അപ്പോൾ 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതി. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്തുവാ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണോ? യെസ് സർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആക്കി എഴുതാം. അപ്പോൾ ഇതിപ്പോൾ 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എന്ന് എഴുതാം. എഴുതാവോ? യെസ് സർ, എഴുതാം. അപ്പോൾ മുകളിലത്തെ 1 പ്ലസ് കോസേനെയും താഴത്തെ ഒരു 1 പ്ലസ് കോസേയും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി 1 ബൈ 1 മൈനസ് കോസേ വരുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എ ഈസ് ഈക്വൽ ടു സൈൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എ. സ്റ്റാർട്ട് ചെയ്തു. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്തു.
പെട്ടെന്നൊന്നും കിട്ടിയില്ല. എവിടാ താമസിച്ചു? കയറി കയറി കൂടെ എത്തിയത് മൈനസ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ സമയം കളയണ്ട. കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്തോ, ഞാൻ ചെയ്തു തരാം. അടുത്ത ക്വസ്റ്റ്യൻ 1 + tan സ്ക്വയർ കാണിച്ച 1 + tan സ്ക്വയർ എ ഡിവൈഡഡ് ബൈ 1 + cot സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 - tan എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - cot എ ദ ഹോൾ സ്ക്വയർ. ഇത് ട്രൈ ചെയ്തു കഴിഞ്ഞ് എഴുതി. നോക്കിക്കോ നിങ്ങൾ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കിക്കോളൂ. നമ്മൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ താഴത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്തല്ലേ മുകളിൽ ഇങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത്. ഇത് മുകളിൽ താഴത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 + cos A / sin A എന്നാണ് വരുന്നത്. അപ്പോൾ മുകളിലത്തെ ഓപ്പോസിറ്റ് സൈൻ എടുത്തിട്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ റൂട്ട് അതുപോലെ തന്നെ കൊടുക്കുകയാണ്. LHS ആണ് എടുക്കുന്നത്. LHS = സ്ക്വയർ റൂട്ട് ഓഫ് 1 - cos A ഡിവൈഡഡ് ബൈ 1 + cos A. ആണോ? ആണ് 1 + cos A ഇൻറ്റു എന്താണെന്ന് എഴുതാം. നമ്മൾ സാധാരണ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്ത് 1 - cos A ഡിവൈഡ് ബൈ 1 - cos A ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, 1 + cos A
ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എന്ന് തന്നെ അങ്ങ് ചെയ്യുവാണ്. കുഴപ്പമുണ്ടോ? ഇവിടെ ഇതൊന്നും മാറുന്നില്ല, വാല്യൂ ഒന്നും മാറുന്നില്ല. കാരണം എന്താ, രണ്ട് സെയിമാണ്, രണ്ട് സെയിം വാല്യൂ. അതിനെതിരെ കട്ട് ചെയ്ത് വാല്യൂ ഇത് തന്നെയാണ് വരുന്നത്. ആരാണ് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, വേറെ ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. ഓക്കെ, ഇനി റൂട്ടിനകത്ത് തന്നെ വീണ്ടും 1 മൈനസ് കോസ് എ ഇൻറ്റു 1 പ്ലസ് കോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് എന്താ ബി സ്ക്വയർ കോസ് സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ, ഇതെന്ന് എഴുതാം 1 പ്ലസ് എ ഇൻറ്റു 1 പ്ലസ് എ ആണ്. 1 പ്ലസ് എ 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 പ്ലസ് കോസ് എന്ന് പറയുമ്പോൾ എന്താ 1 പ്ലസ് കോസ് എ ദ ഹോൾ സ്ക്വയർ ആണ് ഇല്ലേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് 1 സ്ക്വയറിനെ 1 എന്നാക്കാം, 1 മൈനസ് കോസ് സ്ക്വയർ എന്നാക്കാം, ഡിവൈഡ് ബൈ എന്താ 1 പ്ലസ് കോസ് എ ദ ഹോൾ സ്ക്വയർ എന്നാക്കാം. ആണോ? വീണ്ടും ഇതിനെ ഈക്വൽ ടു ഇട്ടിട്ട് റൂട്ട് ഓഫ് എന്താ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും സൈൻ സ്ക്വയർ എ ആണ്. സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എന്താ 1 പ്ലസ് കോസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. ആണോ? നിങ്ങൾ നോക്കി, ഞാൻ ഇതിനകത്തങ്ങ് ഒരുമിച്ചങ്ങ് സ്ക്വയർ ആക്കുകയാണ്. അതായത് സൈൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എ, ഈ സ്ക്വയർ ഒരുമിച്ച് അങ്ങ് ആക്കുകയാണ്, ഇത് ഹോൾ സ്ക്വയർ. കാരണം സ്ക്വയർ അകത്തോട്ട് എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ ആവും, ഈ സ്ക്വയർ അകത്തോട്ട് എടുക്കുമ്പോൾ 1 പ്ലസ് കോസ് എ ദി ഹോൾ സ്ക്വയർ ആവും. അപ്പോൾ ഈ സ്ക്വയറും റൂട്ടും വന്നാൽ എന്ത് ചെയ്യും, സ്ക്വയറും റൂട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ വരുന്നത്, സൈൻ എ ബൈ കോസ് 1 പ്ലസ് കോസ് എ ആണ് വരുന്നത്. ഇതാണ് എന്ത്, RHS എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇത് മനസ്സിലായോ? ഇപ്പോൾ ഈ ചെയ്യുന്ന മനസ്സിലായോ? ദേവനാരായൺ, അതേപോലെ തന്നെ നിരഞ്ജൻ, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലായോ സന? സാധാരണ നമ്മൾ താഴത്തേൻ്റെ കോൺജുഗേറ്റ് ആണ് എടുക്കുന്നത്, ഇത് മുകളിലത്തേൻ്റെ കോൺജുഗേറ്റ് എടുത്തത് കേട്ടോ, അത് ഓർത്തോണം. ചില ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ഇതൊന്ന് ട്രൈ ചെയ്ത്
കിട്ടുന്നുണ്ടോ? സന കിട്ടുന്നുണ്ടോ? സന, ദേവനാരായൺ, Yes. എന്താ കിട്ടത്തെ? ട്രൈ ചെയ്യാത്ത നിങ്ങൾ പഠിച്ചില്ലേ ഇത്? ദേവനാരായൺ പറഞ്ഞേ. കിട്ടുന്നില്ല സർ. കിട്ടുന്നില്ല. നിരഞ്ജൻ കിട്ടുന്നില്ല. സമയം കളയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്തോ, അപ്പോഴത്തേക്കും ഞാൻ ഇത് ചെയ്തു തരാം. സമയം കളയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോസ് എ അല്ലേ? കോസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈസിക്വൽ ടു എന്താ 2ck അല്ലയോ? ഈസിക്വൽ ടു 2ck. അത് ട്രൈ ചെയ്തോ, അപ്പോഴത്തേക്ക് ഇത് ചെയ്തു തരാം. സമയം കളയണ്ട. സമയം നമുക്ക് കളയാനില്ല.
അതും കിട്ടുന്നില്ല, അതും കിട്ടുന്നില്ല, ഇതും കിട്ടുന്നില്ല. ഓൺലൈനിലുള്ളവർക്ക് അതും കിട്ടുന്നില്ല ആണോ? ദേവനാരായൺ, സന, നിരഞ്ജൻ നോക്കിയോ. നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് ചെയ്യുമ്പോഴേ ഞാനിപ്പം ഈ സൈഡ് ചെയ്തിട്ട് ഇതായിട്ട് പ്രൂവ് ചെയ്യാനും പറ്റുന്നില്ല, ഈ സൈഡ് ചെയ്തിട്ട് ഇതായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം, രണ്ട് സൈഡും കൂടെ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. മനസ്സിലായോ? ഇപ്പോൾ രണ്ട് സൈഡിൽ ഇത് ഞാൻ പ്രൂവ് ചെയ്യുന്ന സമയത്ത് നോക്കിയോ, ഇവിടെ ഞാൻ LHS എടുക്കുന്നു, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് LHS എടുക്കുന്നു. 1 + tan square a by 1 + ഞാൻ ഈ കോട്ടിനെ 1/tan square എന്ന് എഴുതാൻ പോകും. കുഴപ്പമുണ്ടോ? ഇല്ല. എന്നിട്ട് ഞാൻ അതിനെ = 1 + tan square a ഡിവൈഡഡ് ബൈ, ഇവിടെ LCM എടുക്കുന്നു, ഈ താഴെ LCM എടുക്കുമ്പോൾ എന്താ, ഇത് ഇങ്ങോട്ട് പോകുമ്പം tan square a + 1 ഡിവൈഡഡ് ബൈ എന്താ, tan square a എന്ന് വരുന്നു. ആണോ? റെസിപ്രോക്കൽ എടുക്കുമ്പം 1 + tan square a ഡിവൈഡഡ് ബൈ 1 ആണ്. ഇത് രണ്ടുമാണ് ടീം. ഇവിടെ വേറെ ആരുമില്ല, അപ്പോൾ 1 ഇട്ട് കൊടുത്തു. ഇതാണ് ഹോൾ ഡിവൈഡ് അല്ലേ, ഡിവൈഡ് ഇൻറ്റു എന്തെന്ന് വരും, tan square a ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, tan square a + 1 എന്ന് വരും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ ഇതെന്ത് വരും, ബാക്കി എന്ത് വരും, tan square a എന്ന് വരും. അതവിടെ കിടക്കട്ടെ. മറ്റേതും tan square ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ, ഇല്ലേ? അത് വരും, കിട്ടും. കാരണം ഇങ്ങനെയുള്ളത് അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ട് സൈഡിലും കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ ഇനിയും RHS എടുക്കുന്നു. RHS എന്താണ് ഇവിടെ? RHS എന്താ പറഞ്ഞേ? RHS എന്താന്ന് പറഞ്ഞേ? 1 - tan a the whole square divided by 1 - cot a the whole square അല്ലേ? അപ്പോൾ ഇവിടെയും സെയിം, നമ്മളിപ്പോൾ RHS എടുക്കുന്നു. RHS = എടുത്തു. ഇവിടെ ഞാൻ 1 - tan a the whole square അതേപോലെ തന്നെ ഇടുന്നു, ഡിവൈഡ് ബൈ കോട്ടിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, 1/tan a, വെളിയിലാണ് സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് LCM എടുക്കുന്നു, 1 - tan a the whole square ഡിവൈഡഡ് ബൈ, ഇവിടെ tan a - 1 ഡിവൈഡഡ് ബൈ tan a the whole square എന്നാക്കുന്നു. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ ഈ സ്ക്വയർ അകത്തേക്ക് എടുക്കുമ്പോൾ മുകളിൽ അതേപോലെ തന്നെ എടുക്കുകയാണ്. 1 - tan a the whole square എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ഇതെടുക്കുമ്പം tan a - 1 the whole square എന്നാവുന്നു, ഡിവൈഡഡ് ബൈ ഇവിടെ tan square a എന്നാവുന്നു. സ്ക്വയർ അകത്തേക്ക് എടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓൺലൈൻ ഇരിക്കുന്നവർ ക്ലിയർ ആണോ ഇല്ലയോ എന്ന്? എടാ, ഈ സ്ക്വയർ അകത്തോട്ട് എടുക്കുന്നു. ഇപ്പം 2/4 the whole square എന്ന് പറഞ്ഞതിനെ ഞാൻ 2² / 4² എന്നാക്കുന്നു, അതായത് 4/16 എന്നാക്കുന്നു. അപ്പോൾ ഇത് വെളിയിലാണ് സ്ക്വയർ കിടന്നത്, അതിന് ഓരോരുത്തർക്കും സ്ക്വയർ കൊടുത്ത് അകത്തേക്ക് കൊണ്ടുവരുന്നു. മനസ്സിലായോ? ഇനി ഞാൻ റെസിപ്രോക്കൽ എടുക്കാൻ പോവാം. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോണം, മുകളിലുള്ളവൻ ഒറ്റയ്ക്കാണ് ഇല്ലേ, മുകളിലുള്ളവൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അപ്പം 1 - tan a the whole square ഡിവൈഡ് ബൈ എന്താണ്, 1 ആണ്, ഇൻറ്റു ഇത് നേരെ റെസിപ്രോക്കലാവും, tan square a ഡിവൈഡ് ബൈ എന്താണ്, tan a മൈനസ് എന്താണ്, 1 the whole square എന്നാവും. ആണോ? ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇത് 1 - tan a the whole square ഇവിടെ tan a - 1 the whole square വെട്ടിപ്പോകത്തില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഇവിടെ ഞാൻ ഒരു -1 കോമൺ എടുക്കാൻ പോകും. വെളിയിൽ മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് വരും, ബാക്കി ഇവിടെ നിന്ന് വരും, ഇവിടെ -1 + tan a the whole square എന്ന് വരും. ആണോ? ഇൻറ്റു എന്തെന്ന് വരും, tan square a ഡിവൈഡ് ബൈ എന്തെന്ന് വരും, tan a - 1 the whole square എന്ന് വരും. ആണ്. ഈ -1 + tan a നെ നമുക്ക് tan a - 1 എന്ന് എഴുതത്തില്ലയോ, മൈനസ് പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ tan a - 1 എന്ന് തിരിച്ചെഴുതി, സ്ക്വയർ ഇട്ടു, ഇൻറ്റു എന്താണ്, tan square a ഡിവൈഡ് ബൈ എന്താണ്, ഇതിനകത്താണ് സ്ക്വയർ കേട്ടോ. അല്ല വേണ്ട, പിന്നിട്ട് ഇവിടെ എന്താ വരിക, tan a മൈനസ് എന്താണ്, 1 the whole square എന്ന് വരും ഇല്ലേ. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുന്നു ഇല്ലേ. നമുക്ക് tan square a ഓക്കെ. ഈ മൈനസ് പുറത്തല്ല, ഈ മൈനസ് അകത്ത് തന്നെയാണ്. അതായത് ശരിക്കും ഇവിടെ 2 ബ്രാക്കറ്റ് വരും. നോക്കിയോ, ഞാൻ പറഞ്ഞുതരാം. സ്ക്വയർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരും.
മൈനസ് പുറത്തെടുത്തു, ഓൾറെഡി ഒരു ബ്രാക്കറ്റ് ഉണ്ട്, മൈനസ് പുറത്തെടുത്തപ്പം ഇത് -1 പ്ലസ് എന്തായി, ടാൻ സ്ക്വയർ എ ആയി ആണോ, അല്ല ടാൻ എ ദ ഹോൾ സ്ക്വയർ അല്ലേ, ടാൻ എ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ വേണം കോമൺ എടുക്കാനേ, എന്നാലേ പറ്റുള്ളൂ. അപ്പം ഈ മൈനസ് ഇതിനകത്ത് വരും, ഇവിടെ ഒരു ബ്രാക്കറ്റ് വരും, ഇവിടെ ഒരു ബ്രാക്കറ്റ് വരും, മൈനസ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ആ മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ ഓൾറെഡി അങ്ങ് പോകും. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും, ഇത് രണ്ടും കട്ടാവും, ബാക്കി എന്ത് തന്നെ വരും, ടാൻ സ്ക്വയർ എന്ന് വരും. കണ്ടോ, ഇത് തന്നെ മറ്റേത് പ്രൂവ് ചെയ്തപ്പോഴും വന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്ന് ആയിക്കോട്ടെ. ഓൺലൈൻ ഇരിക്കുന്നവരാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യത്തെ കാണിക്കാം, LHS നോക്കിയോ. ഈ മൈനസിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ ഇതിനെ ചെയ്യാം. മൈനസിൻ്റെ ഡൗട്ട് ഉണ്ടോ, ഈ മൈനസിൻ്റെ ഡൗട്ട് ഉണ്ടോ? അത് നിൽക്കും, അത് ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. ഇവിടെ ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇവിടെ ഒന്നും മാറ്റിയാൽ, അതായത് ഇവിടെ ഒന്ന് അങ്ങ് ഞാൻ പറയുന്ന പോലെ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി ചെയ്താൽ മതി. അതായത് നമുക്ക് രണ്ടിനും സ്ക്വയറാണ്, താഴെയുള്ളതിനും മുകളിലുള്ളതിനും സ്ക്വയർ അല്ലേ, നോക്കിയോ. താഴെയുള്ളതിനും മുകളിലുള്ളതിനും സ്ക്വയറാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനെ എങ്ങനെ ആക്കാമെന്നറിയാമോ? ഞാൻ ഇവനെ ഇങ്ങനെ അങ്ങ് ആക്കുകയാണ്. അതായത് സോറി, ഇവിടെ ഒന്ന് ഇങ്ങനെ അങ്ങ് മാറ്റുകയാണ്. നോക്കിക്കോളൂ, ഇവിടെ ഒന്ന് ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ എ ഡിവൈഡഡ് ബൈ ടാൻ എ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ എ. ഇവിടെയും സ്ക്വയർ ഉണ്ട്, മുകളിലും സ്ക്വയർ ഉണ്ട്. ആരാണ് ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടിടത്തും സ്ക്വയർ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്താൽ മതി, രണ്ടിനും കൂടെ ചേർത്ത് ഒരു സ്ക്വയർ കിട്ടാൽ പോരെ. താഴെ മുകളിലും സെപ്പറേറ്റ് സ്ക്വയർ എടുക്കുന്നതിന് പകരം മുകളിലൊന്ന് സ്ക്വയർ ഇട്ടാൽ മതി. മൈനസ് എടുക്കുന്നതിന് ഒരു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ, ഈ മുകളിലത്തേതിന് ഞാനൊരു മൈനസ് കോമൺ എടുക്കുമ്പോൾ
മൈനസ് കോമൺ എടുക്കാൻ പോവാം. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ വരിക? ഇവിടെ മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ +1 എന്നല്ലേ ഇതിനർത്ഥം. അപ്പോൾ +1 നിന്ന് ഒരു മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ -1 വരും. എന്നാലല്ലേ ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +1 എന്ന് വരത്തുള്ളൂ. അപ്പോൾ മൈനസ് കോമൺ എടുക്കുമ്പോൾ ഈ മൈനസ് എന്തായിട്ട് മാറും? അത് പ്ലസ് ആയിട്ട് മാറും. ഇതിനെ ഒന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, ഇതിനെ ഒന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1, ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൈനസ്. അപ്പോൾ മറ്റേത് തന്നെ ആവും. അപ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പം മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിയോ. ഇപ്പം അവിടെ മൈനസ് പുറത്ത് കിടക്കുകയാണ്, മൈനസ് അവിടെ തന്നെ കിടക്കട്ടെ. ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്? tan a -1 ഡിവൈഡഡ് ബൈ tan a ഉണ്ട്. ഹോൾ സ്ക്വയർ എവിടെ? എല്ലാത്തിൻ്റെയും വെളിയിലാണ്. ആണോ? ആണല്ലോ, ആണ്. ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പം ഇവൻ എന്ത് ചെയ്യും? ഇവൻ അങ്ങ് മുകളിൽ പോയിട്ട്, അപ്പോൾ നമുക്ക് -tan a ഇൻറ്റു, ഇവിടെ നോക്കിയാൽ -1 + tan a എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? tan a അല്ലേ? ശരിയല്ലേ? ഇവനെ നമുക്ക് tan a -1 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്? tan a -1 ഉണ്ട്. സ്ക്വയർ എവിടെ ഉണ്ട്? വെളിയിലുണ്ട് അല്ലേ? ഇത് രണ്ടും വെട്ടിപ്പോയി അകത്ത് വെച്ച് തന്നെ. പിന്നെ ഈ സ്ക്വയർ അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് സ്ക്വയർ ആകുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പം പ്ലസ് എന്തെന്ന് വരും? tan സ്ക്വയർ a. മറ്റേനേക്കാളും കുറച്ചുകൂടെ ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇത്. ദേവനാരായൺ ഓക്കെ ആണോ? ദേവനാരായൺ Yes, sir. നിരഞ്ജൻ ഇതൊക്കെ എഴുതിയെടുത്തോ? നിരഞ്ജനും സനയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എഴുതി കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ?
അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ട് കിട്ടാഞ്ഞത് ഇതല്ലായിരുന്നു. പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് കോസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ വിച്ച് ഈസ് ഈക്വൽ ടു 2ck. ഇവിടെ ഞാൻ LHS എടുത്തിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ LHS ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യുകയാണ്. LCM എടുക്കുക, രണ്ട് ഇതിങ്ങോട്ടും ഇതിങ്ങോട്ടും ഇതിങ്ങോട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ എന്ന് വരും. കോസ് എ ഇൻറ്റു കോസ് എ പ്ലസ് ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ ആര് വരും? കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ എന്ന് വരും. ആണോ? ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കോസ് സ്ക്വയർ എ പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയറിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 സൈൻ എ പ്ലസ് സൈൻ സ്ക്വയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ എന്ന് നമുക്ക് എഴുതാം. ആണോ? ആണ്. ഇനിയും ഇവിടെ നമുക്ക് കോസ് സ്ക്വയർ എ പ്ലസ് ഈ സൈൻ സ്ക്വയറെ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്. സൈൻ സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് 2 സൈൻ എ എന്ന് എഴുതുകയാണ്. ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ കോസ് എ. ഇവിടെ ഒരു കിട്ടത്തില്ല. നോക്കാം, എന്തായാലും നോക്കാം. ഇങ്ങനെ വരും അല്ലേ? ഈസ് ഈക്വൽ ടു കോസ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് 2 സൈൻ തീറ്റ സൈൻ എ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? കിട്ടി, ആൻസർ കിട്ടി. കോസ് എ ഇൻറ്റു എത്രയാണ്? 1 പ്ലസ് സൈൻ എ എന്ന് വരും. ആണോ? ആണ്. അപ്പോൾ ഇവിടെ 1 പ്ലസ് 1 2 ആണ്. അപ്പോൾ 2 പ്ലസ് 2 സൈൻ എ ഡിവൈഡഡ് ബൈ എന്താ? കോസ് എ ഇൻറ്റു എത്രയാണ്? 1 പ്ലസ് സൈൻ എ ആണ്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് രണ്ടിടത്തും 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 1 പ്ലസ് സൈൻ എ ഡിവൈഡ് ബൈ എന്താ? കോസ് എ ഇൻറ്റു എന്താ? 1 പ്ലസ് സൈൻ എ എന്ന് വരും. ആണോ? 1 പ്ലസ് സൈൻ എ 1 പ്ലസ് സൈൻ എ എന്താ? ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 2 ബൈ കോസ് എ ആണ്. 2 ബൈ കോസ് എ നമുക്ക് 2 ഇൻറ്റു 1 ബൈ കോസ് എന്ന് എഴുതാം. 1 ബൈ കോസ് എന്താ? CK ആണ്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു CK എന്ന് എഴുതാം. വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു വളരെ സിമ്പിളാണ് ഇല്ലയോ? സിമ്പിളായിരുന്നു ഇങ്ങനെ ചിന്തിക്കുമായിരുന്നെങ്കിൽ, ഇല്ലയോ? ചെയ്തു വന്നാൽ സിമ്പിളാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയണം. ആണോ ആരോണേ? വീട്ടിൽ പോയിരുന്ന് വർക്ക് ചെയ്യണം, എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അയ്യോ, പേരും മറന്നു. ആ ദിവ്യ.
ഇതിനകത്ത് നോക്കി ചെയ്താൽ തന്നെ ചെയ്യും. ഐഡിയ കിട്ടിയില്ലേ? അപ്പം തന്നെ ചെയ്യണം. മനസ്സിലായി? ഇദ്ദേഹം കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഡൗട്ട് വരുവാണെങ്കിൽ മാത്രം അങ്ങോട്ട് നോക്കാം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? കൃത്യം അതുപോലെ എഴുതുക. സെറ്റാണോ? ഒറ്റ ക്വസ്റ്റിനോട് എഴുതിയിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്തിയേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? അതവിടെ കിടക്കട്ടെ, അത് കുറച്ച് ടൈം എടുക്കും ചെയ്യാൻ. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്തായാലും അത് തന്നെ ചെയ്യാം. എന്തായാലും ടൈം എടുക്കുമല്ലോ. അത് തന്നെ ചെയ്തോ. വേണ്ട ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിട്ട് നിർത്തുകയാണേ. 1 + sin θ the whole square plus 1 - sin θ the whole square divided by 2 cos square theta is equal to 1 + sin square theta divided by 1 - sin square theta. കിട്ടി? ഇവിടെ ശ്രദ്ധിച്ചോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിച്ചോ? പറഞ്ഞുതരാം, നോക്കിക്കോ. അതായത് ഇതിനെ a + b ഹോൾ സ്ക്വയർ വെച്ചിട്ട് സോൾവ് ചെയ്യുക. ഇതിനെ cos സ്ക്വയർ തീറ്റ എന്ന് എഴുതാനിരിക്കാതെ ഇതിനെയും a - b ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എന്നാലേ എടുത്തുള്ളൂ. ഇവിടെ cos സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഇവിടെ cos സ്ക്വയർ കൊടുക്കും. ഇവിടെ cos സ്ക്വയർ കൊടുക്കാൻ ചിന്തിച്ചായിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ഇവിടെ ഞാൻ a + b ഹോൾ സ്ക്വയർ വെച്ചിട്ട് a സ്ക്വയർ പ്ലസ് എന്താ 2ab 2 × 1 × sin തീറ്റ പ്ലസ് എന്താ sin സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ ഞാൻ a - b വെച്ചിട്ട് ചെയ്യുമ്പം a സ്ക്വയർ മൈനസ് 2 × 1 × sin സ്ക്വയർ തീറ്റ പ്ലസ് എന്താ sin തീറ്റ പ്ലസ് എന്താ sin സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്താ 2 cos സ്ക്വയർ തീറ്റ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഇത് ചെയ്ത് എഴുതുകയാണ്. 1 സ്ക്വയറിനെ 1 എന്ന് എഴുതി, ഇത് 2 sin തീറ്റ എന്ന് എഴുതി, പ്ലസ് ഇത് sin സ്ക്വയർ തീറ്റ എന്ന് എഴുതി, പ്ലസ് ഇവിടെ 1 എന്ന് എഴുതി, മൈനസ് 2 sin തീറ്റ എന്ന് എഴുതി, ഇവിടെ sin സ്ക്വയർ തീറ്റ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 2 cos സ്ക്വയർ തീറ്റ. ഇവിടെ പ്ലസ് 2 sin തീറ്റ മൈനസ് 2 sin തീറ്റ പോയി. ബാക്കി ഇവിടെ 1 + 1 ഉണ്ട്, അത് 2. പിന്നെ sin സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 2 sin സ്ക്വയർ തീറ്റ എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 cos സ്ക്വയർ തീറ്റനെ ഞാൻ 1 - sin സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പോകും. ഇനിയും ഞാൻ മുകളിൽ നിന്ന് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ 1 + sin സ്ക്വയർ തീറ്റ എന്ന് വരുന്നു, ഡിവൈഡ് ബൈ 2 × 1 - sin സ്ക്വയർ തീറ്റ എന്ന് വരുന്നു. 2 കട്ട് ചെയ്ത് കളഞ്ഞു, ബാക്കി എന്തായി? RHS കഴിഞ്ഞു. ഡൗട്ടുള്ളത് ചോദിക്കുക,
എഴുതിയെങ്കിൽ ഇങ്ങനെ നിൽക്കാം. എഴുതി കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ നിർത്താമേ.